നമസ്കാരം. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങൾ ബോംബ് ഹബ്ബായി മാറുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ വീണ്ടും ഒരാൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിച്ച സംഭവം. കണ്ണൂരിലെ CPM ബോംബ് കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നവർക്കെതിരെ CPMന്റെ ഗുണ്ടാ സഖാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. വീണ്ടും CPM ബോംബ് രാഷ്ട്രീയം കണ്ണൂരിൽ വ്യാപകമാകുന്നു. ഇത് ജനങ്ങൾ തന്നെ തുറന്നു പറയുന്നു. കണ്ണൂരിൽ പോകുന്നവർ സൂക്ഷിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഒരു നിരപരാധിയാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ കുടക്കളം സ്വദേശി വേലായുധനാണ് ബോംബ് പൊട്ടി മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ എത്തിയപ്പോഴായിരുന്നു സ്ഫോടനം. പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു ബോംബാണെന്ന് അറിയാതെ തുറന്നപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുകയും അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. ആളൊഴിഞ്ഞ വീടുകൾ CPMകാരുടെ ഹബ്ബാണെന്നും ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ലെന്നും എരഞ്ഞോളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽക്കാരി സീന പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സീനയ്ക്കെതിരെ CPM സഖാക്കൾ ഭീഷണി ഉയർത്തുകയാണ്. പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂർ പാനൂരിൽ പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും CPM പ്രവർത്തകർ മരിച്ച കഥകളും ഒന്നും തന്നെ പുതിയതല്ല. കണ്ണൂർ CPMന്റെ രാഷ്ട്രീയ തട്ടകമായ അന്നു മുതൽ ഈ ബോംബ് കഥ തുടങ്ങിയതാണ്. ഇത് സ്ഥിരമാണ്. ചരിത്രം നോക്കിയാൽ സഖാക്കളുടെ ഭൂതകാലങ്ങളിൽ പലതും ബോംബെറിഞ്ഞ കഥകളും ബോംബ് കേസിൽ പ്രതികളായതുമുള്ളവർ ഏറെയാണ്. ഇങ്ങനെ മരിക്കുന്നവരെ പാർട്ടി ആദ്യം ചെയ്യുന്നത് ഇവരെ തള്ളിപ്പറയലാണ്. ആദ്യം തള്ളിപ്പറയും, ഇവരെ ക്രിമിനലുകളാണെന്ന് പറഞ്ഞ് മുദ്രകുത്തും. പിന്നീട് ഇവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയും. അവരെ ഗുണ്ടകളായി പ്രഖ്യാപിക്കും. പാർട്ടി ചെല്ലും ചിലവും കൊടുത്ത് നോക്കുന്നവരാണ് ഇങ്ങനെ മരിക്കുന്നതിൽ പലരും. ഒടുവിൽ CPM പ്രവർത്തകരായ ഇവർ മരിച്ച് 1 വർഷം കഴിയുമ്പോൾ ഇവരെ രക്തസാക്ഷികളാക്കും. ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപാണ് കണ്ണൂരിലെ പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി CPM പ്രവർത്തകർ മരിച്ചത്. മരിച്ചയാൾ CPM പ്രവർത്തകനല്ലെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം അയാളുടെ വീട് CPM പ്രവർത്തകർ സന്ദർശിച്ചതും വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും കണ്ണൂരിൽ ബോംബ് പൊട്ടി ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങൾ ബോംബുകളുടെ ഹബ്ബായി മാറുന്നു. ഭയന്നിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആരും തുറന്നു പറയാത്തതെന്നും മരിച്ച വേലായുധന്റെ അയൽക്കാരിയായ യുവതി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. ഇതേക്കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന അമ്മ വിലക്കിയെന്നും അമ്മയെ എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നും പറഞ്ഞാണ് യുവതി സംസാരം തുടങ്ങിയത്. അമ്മയെ എന്തിനാണ് പേടിക്കുന്നത്? ഏറി വന്നാൽ വീട് ബോംബെറിഞ്ഞ് കൊല്ലുമായിരിക്കും. കൊന്നോട്ടെ, അതിനപ്പുറം ഒന്നും ചെയ്യാനില്ലല്ലോ. ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല എന്നാണ് ഈ സീന അടക്കമുള്ള കണ്ണൂരിലെ ജനങ്ങൾ പറയുന്നത്. ഞങ്ങൾ സാധാരണക്കാർക്കും ജീവിക്കണം, അത്രയേ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ഭയന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. വീട് വൃത്തിയാക്കുന്ന വേളയിൽ 3 ബോംബ് പാർട്ടിക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരാൾ മരിച്ചത് കൊണ്ടാണ് ഇത് വെളിയിൽ വന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം പാർട്ടിക്കാരുടെ ബോംബ് ഹബ്ബാണ്. ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നത്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണെന്നാണ് സീന പറയുന്നത്. പേടിച്ചിട്ടാണ് പലരും ഇക്കാര്യം പറയാത്തത്. മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയമില്ലാതെ ജീവിക്കണമെന്നാണ് സാധാരണക്കാരന്റെ അവകാശമാണത്. ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കണമെന്നും സീന പറയുന്നു. സ്ഫോടനം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ളത്. മാത്രമല്ല കെ സുധാകരനും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മരിച്ചയാൾ ഒരു വൃദ്ധനല്ലേ, അതുകൊണ്ട് മരിച്ചോട്ടെ എന്നാണ്. ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്ത ഒരു മുഖ്യമന്ത്രിയും പാർട്ടിയുമായി CPM മാറുന്നുവെന്നതിന് ഏറ്റവും വ്യക്തമായ വാക്കുകളാണിത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് ഉണ്ടാക്കുന്ന സാഹചര്യമാണ് കണ്ണൂരിൽ നിലവിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നു. സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് പറമ്പുകളിൽ എഴുതി വെക്കേണ്ട സാഹചര്യമാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉള്ളത്.